കാലവർഷത്തിന്റെ ആരംഭത്തിനോട് അടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം 2025 ഇന്ന് ഈ ദിവസമായിരുന്നു, മെയ് 24 തീയതിയായിരുന്നു കാലവർഷം ആരംഭിച്ചത് കേരള തീരത്ത്. അപ്പൊ ഈ വർഷം നമ്മൾ അടുത്ത 2 ദിവസത്തിനകത്ത് കാലവർഷം വരുമെന്നാണ് ഒരു മെയ് 15 ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരുന്നത്. അതിലിപ്പോ ചെറിയൊരു അനിശ്ചിതത്വം ഉണ്ടെങ്കിൽ പോലും ഏകദേശം എന്തായാലും 3-4 ദിവസത്തിനകത്ത് തന്നെ നമുക്ക് കാലവർഷം കേരള തീരത്ത് എത്തിച്ചേരുമെന്ന് അനുമാനിക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് സാധാരണ കിട്ടിക്കൊണ്ടിരുന്ന വേനൽ മഴയിൽ നിന്നും കുറച്ചുകൂടി ശക്തമായ മഴ നമുക്ക് ലഭിക്കും. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഈ ഒരു 3-4 ദിവസത്തിന്റെ ഉള്ളിലാണ് ഇടിമിന്നലിന്റെ ഒക്കെ ഒരു ശല്യം നമുക്കിനി കൂടുതൽ പ്രകടമാവുകയുള്ളൂ. അത് കഴിയുമ്പോൾ ഇടിമിന്നലിന്റെ ഗൗരവം കുറയും. ഇടിമിന്നൽ ഒക്കേഷണലി ആയിട്ട് മാറും. ഇപ്പൊ വേനൽ മഴ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പെയ്യുന്ന ശക്തമായ മഴയാണ് സാധാരണ അതിൽ ഇടിമിന്നൽ കൊണ്ടുവരിക. പക്ഷെ ഇപ്പോഴും നമുക്ക് കേരള തീരത്ത് മൺസൂൺ കാറ്റ് എത്തിച്ചേരാത്തത് കൊണ്ട് അവിടെ രൂപപ്പെടുന്ന മേഘങ്ങൾ ഉയരം കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇടിമിന്നൽ ദുരന്തങ്ങൾ ആവർത്തിക്കുന്നത്. അതിന്റെ നമുക്ക് അപകട ഭീഷണി ഒരാഴ്ച കൂടിയാണ് കൂടുതൽ ഉണ്ടാവുള്ളൂ. പക്ഷെ എങ്കിൽ പോലും നമുക്ക് ജാഗ്രതയുള്ളവരായിരിക്കണം. ഈ പറയുന്ന അടുത്ത 5 ദിവസത്തെ നമ്മൾ കണക്ക് നോക്കുകയാണെങ്കിൽ, അലർട്ട് നോക്കുകയാണെങ്കിൽ മറ്റേ പാലക്കാട് ജില്ലയ്ക്ക് ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലേക്കും ഏതെങ്കിലും ഒരു ദിവസം, വരുന്ന 5 ദിവസം, ഇന്നുൾപ്പെടെയുള്ള 5 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം യെല്ലോ അലർട്ട് ഉണ്ട്. അപ്പോൾ ഈ 5 ദിവസം യെല്ലോ അലർട്ട് ഇല്ലാത്തത് പാലക്കാട് മാത്രമാണ്. അപ്പൊ അങ്ങനെ വരുന്നത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് കാലവർഷത്തിന്റെ ആരംഭത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രത്യേക ഈ യെല്ലോ അലർട്ട് നിലവിൽ വന്നിട്ടുള്ളത്. അതായത് കാലവർഷം വരുമ്പോൾ സാധാരണ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ മഴ നമുക്ക് ലഭിക്കുക. അപ്പൊ ഈ പാലക്കാട് ജില്ലയിൽ പാലക്കാട് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അവിടെ ഈ പശ്ചിമഘട്ട മലനിരകളില്ല. അപ്പൊ അല്ലെങ്കിൽ അതിനൊരു ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് പാലക്കാട് ജില്ലയിൽ സാധാരണ കാലവർഷത്തിന്റെ മഴ കുറച്ച് കുറവായിരിക്കും മറ്റു ജില്ലകളെ അപേക്ഷിച്ച്. അതുകൊണ്ടാണ് മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചും പശ്ചിമഘട്ടം പ്രോമിനന്റ് ആയിട്ടുള്ള പ്രദേശങ്ങൾ എല്ലാ ജില്ലകളിലും അടുത്ത 5 ദിവസത്തേക്ക് യെല്ലോ അലർട്ട് ഉള്ളത്. 5 ദിവസത്തേക്ക് എല്ലാ ജില്ലകളിലും ഇല്ല. പക്ഷെ എല്ലാ ജില്ലകളിലും അടുത്ത 5 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം യെല്ലോ അലർട്ട് ഉണ്ട്. അത് ഈ മൺസൂൺ മഴയുടെ ആഗമനത്തെ നമ്മൾ ആണ് സൂചിപ്പിക്കുന്നത്. അടുത്ത 3-4 ദിവസത്തിനകത്ത് മൺസൂൺ കാലവർഷം കേരളത്തിൽ എത്തിച്ചേരുമെന്നാണ്, തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിൽ എത്തിച്ചേരുമെന്നാണ് അനുമാനിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.